ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചും കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കുന്നത് വേറൊരു പോസിറ്റീവ് കാര്യത്തിനെ കുറിച്ചാണ്. എനിക്കിത് എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു പോസിറ്റീവ് കാര്യമാണ് ഇന്ന് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുന്നത്, ഞാൻ വെറും ഒരു പ്ലസ് ടുവിൽ ഒരു 50% മാർക്ക് മേടിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ പോലും എനിക്കെന്താ പറയുക, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും മാത്രം അറിയത്തുള്ളായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആളുകളായിട്ട് എന്താ പറയുക, നല്ല പോലെയല്ല എന്നാലും എൻ്റെ ഇപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഈ നമ്മുടെ എന്താ പറയുക, ഗ്രാമർ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് മറ്റാളുകൾ മനസ്സിലാക്കണം. ഞാൻ എന്താണോ സംസാരിക്കുന്നത്, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആളുകൾ മനസ്സിലാക്കണം. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ ഗ്രാമറും കാര്യങ്ങളൊന്നും ശരിയായിരിക്കണം എന്ന് ഇല്ല. പക്ഷെ എനിക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റി. അതായത് ലാംഗ്വേജ് നമുക്ക് നല്ലപോലെ പഠിക്കാം. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോർത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ പൊതുവേ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലെയും ആളുകൾ ഈ കിച്ചനകത്തുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഈ പല ആളുകൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ പഠിക്കുക, ലാംഗ്വേജ് എങ്ങനെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക് ഏറ്റവും കൂടുതൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കുക. ആളുകൾ പറയും പത്രം വായിക്കുക, ഷോ കാണുക, ടി വി കാണുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുക. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഈ നോർത്തിലൊക്കെ പോയതിന് ശേഷമാണ് ഹിന്ദി നമ്മൾ പോകുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. അവിടെ പോയതിന് ശേഷമാണ് എന്താ പറയുക ഹിന്ദി എല്ലാം പഠിച്ചത്. അതുപോലെ തന്നെ മറ്റു ആളുകളായിട്ട് ഇടപഴകിയതിന് ശേഷം ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കണം, ആളുകൾ എങ്ങനെ കോൺഫിഡൻറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ലാംഗ്വേജ് നമുക്കിത് ഏറ്റവും കൂടുതൽ ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഈസിലായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യുമ്പോൾ ഈ സാധനം നമ്മൾ എത്ര പൈസ കൊടുത്താലും നമ്മൾ കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു ഏറ്റവും വലിയൊരു പോസിറ്റീവ്സ് ആണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ. നിങ്ങൾക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകളായിട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിലെ ആളുകളായിരിക്കും. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പോസിറ്റീവാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ടുഡേ ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ടു മേക്ക് പാലക് പനീർ. നമ്മുടെ നാട്ടിലേക്ക് പാലക്കിൻ്റെയൊക്കെ ഉപയോഗം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ പച്ച ചീരയൊക്കെ കിട്ടാറുണ്ട്, പാലക്കല്ലാതെ പച്ച ചീര കിട്ടാറുണ്ട്. അപ്പോൾ പാലക്കില്ലാത്തവർക്ക് പച്ച ചീര വെച്ചിട്ടായാലും നമുക്ക് പാലക്കിന് പകരം പച്ച ചീര ഉപയോഗിക്കാം. അപ്പോൾ ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് palak paneer. So let me show you how to make palak paneer. That's a very simple recipe. Before that, I'm just sharing the recipe. Nothing, is a very simple recipe. First we need to boil the spinach and we need to blend it. Before blend, we need to add some cashew nut. നമ്മളത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് വൈറ്റ് ഗ്രേവി ചേർക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ കുറച്ച് cashew nut ആഡ് ചെയ്യുന്നത്. വീടുകളിൽ cashew nut ആണ് അവൈലബിൾ ആയിട്ടുണ്ടാകുക. അത് കാരണം കൊണ്ടാണ് cashew nut ആഡ് ചെയ്യാൻ പറയുന്നത്. And after that, first we need to heat the pan, add some oil, then little bit of cumin, then some chopped onion, chopped ginger, chopped garlic, and chopped green chili. That all vegetable we need to saute 2 to 3 minutes till the golden, the gold നമ്മുടെ കറക്റ്റ് ബ്രൗൺ കളറായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യുക. After that, we need to add some spices like little bit of turmeric powder, little bit of chili powder, and a bit of coriander powder, and a little bit of garam masala, and that's it. And chopped tomato, and we need to saute very well. After that, we need to add the spinach paste. Then we need to allow it to cook more than 3 to 4 minutes. After that, we need to add the cubes of paneer. Some people they add fried paneer, or some people they are adding the raw paneer. So that's depend upon you. If you want to fry it, you can fry. Otherwise, if you want to add a raw paneer, you can add. Nothing is different. And finishing with some cream and butter. That's it. That's a simple recipe. If you want to try some healthy and something different recipe, you can follow. If you have a chapati, if you have any diet plan, then you can try this one. Thank you very much. So let me take you through the recipe. അപ്പോൾ എൻ്റെ കയ്യിലൊരു 120 ഗ്രാം പാലക്ക്,
ബോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 12 കാഷ്യൂനട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് പാലക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഹീറ്റ് ദ പാൻ ആൻഡ് I'm going to add 1 tablespoon of ghee. If you don't have a ghee, you can add normal oil. 1 tablespoon ghee, little bit of cumin seed, 1 chopped onion, little bit of salt. അപ്പോൾ നമ്മുടെ ഒരു ഒനിയൻ ചോപ്പ് ചെയ്ത് നല്ലപോലെ സോട്ടായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. Now I am going to add 1.5 teaspoon of ginger garlic paste. Then 2 green chili split. അപ്പോൾ നമ്മൾ 2 ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചോപ്പ് ടൊമാറ്റോ. Now I'm going to add spices. Little bit of chili powder, coriander powder, and little bit of turmeric powder. These all spices we need to cook 1 to 2 minutes on a very slow fire. 15 ml water. Now the time to add spinach puree. അപ്പോൾ നമ്മൾ നമ്മുടെ പാലക്കിൻ്റെ പ്യൂരി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പൊടിക്ക് ഷുഗർ ആഡ് ചെയ്യുക. അത് നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ഷുഗർ ആഡ് ചെയ്യാം. Now I am going to add a pinch of sugar. So നമ്മുടെ സ്പിനച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട്, ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് 200 gram പനീർ. So now I am going to add 200 gram cottage cheese, diced cottage cheese. And little bit black pepper powder. That's a roasted black pepper and cumin powder. A bit of garam masala. Two tablespoon cream. Before turn off the fryer, I'm going to add 3 gram of butter. This is a recipe. It's a very simple recipe. Please try it.